നമസ്കാരം. ക്ലാസ് 10 ചാപ്റ്റർ 2 സർക്കിൾസിലെ ഇൻട്രൊഡക്ഷൻ ടു സർക്കിൾസ് ആണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ചാപ്റ്റർ 2 സർക്കിൾസ് ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. അതായത് സർക്കിൾസ് പഠിക്കുമ്പോൾ ആദ്യം സർക്കിൾ എന്താണെന്ന് അറിയണം. എന്താണ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഓൾ പോയിൻറ്റ്സ് ആർ സെയിം ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ആണ് സർക്കിൾ എന്ന് പറഞ്ഞാൽ. ആദ്യം സർക്കിളിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് അറിയണം. സർക്കിളിൻ്റെ സെൻറ്റർ ഏതാണ്? ഈ ഇതിൽ O ആണ് സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ. ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ സർഫസിലിരിക്കുന്ന ഏതൊരു പോയിൻറ്റിലോട്ട് പോയാലും അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാലും ഈ സർക്കിളിൻ്റെ ഏതൊരു പോയിൻറ്റിലോട്ട് പോയാലും സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന പോയിൻറ്റ് A, B, O ഒക്കെ കണ്ടില്ലേ? അതിൽ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് O തൊട്ട് B വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്നതാണ് റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയും. ഈ ഒരു പോയിൻറ്റിനെ എന്ത് പറയുന്ന? റേഡിയസ് എന്ന് പറയും. ഇനി A തൊട്ട് B വരെയുള്ള ഡിസ്റ്റൻസിന് എന്ത് പറയും? അതായത് ഇതെന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ. അപ്പോൾ സർക്കിൾ എന്താണെന്നും സർക്കിളിൻ്റെ റേഡിയസ് എന്താണെന്നും സർക്കിളിൻ്റെ ഡയമീറ്റർ എന്താണെന്നും പഠിച്ചു. അതേപോലെ ഇനി കുറച്ച് ടേംസ് വേറെയുണ്ട്, അത് നമുക്ക് പഠിക്കാം. ഇതെന്ന് പറയുന്നത് സർക്കിളിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. കോഡ്, ആർക്ക്, സെഗ്മെൻ്റ് എന്ന്. ഇനി എങ്ങനെയാണ് സർക്കിളിൽ ഈ കോഡ്, ആർക്ക്, സെഗ്മെൻ്റ് ഒക്കെ മാർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഒരു കോഡ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിളിലെ 2 പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്യുന്നു, P, Q. ഈ 2 പോയിൻറ്റിനെ ജോയിൻ ചെയ്യുന്ന ലൈനിനെയാണ് പറയുന്നത് കോഡ് ഓഫ് എ സർക്കിൾ. അപ്പം വെൻ 2 പോയിൻറ്റ്സ് ഓഫ് എ സർക്കിൾ ജോയിൻ ബൈ എ ലൈൻ ദെൻ ഇറ്റ് ഈസ് കാൾഡ് കോഡ്. ഇതിനെന്ത് പറയും? ഈ ലൈൻ സെഗ്മെൻറ്റിനെ പറയുന്ന പേരാണ് കോഡ്. ഇനി കോഡിൽ നമുക്കറിയാം സർക്കിളിന് ഒരു സെൻറ്റർ ഉണ്ടായിരിക്കും. സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ പോയി 2 പോയിൻ്റ് മീറ്റ് ചെയ്യുന്ന ലൈനിന് പറയുന്ന പേരാണ് ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് പറയുന്ന ഒരു കോഡാണ്. സർക്കിളിൻ്റെ ഏത് 2 പോയിൻറ്റിൽ നിന്ന് സർക്കിൾ ജോയിൻ ചെയ്യുന്ന ലൈനിനെ കോഡ് എന്ന് പറയും. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്നതും AB എന്ന് പറയുന്നത് കോഡാണ്. ജസ്റ്റ് CD എന്ന് പറയുന്നതും കോഡാണ്. അതായത് സർക്കിളിൻ്റെ ഏത് 2 പോയിൻറ്റിൽ നിന്ന് വരയ്ക്കുന്ന ലൈൻ സെഗ്മെൻറ്റ് എന്ത് പറയും? കോഡ് എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്ന കോഡിനെ എന്ത് പറയും? ഡയമീറ്റർ എന്നാണ് പറയുന്നത്. ഇനി ഡയമീറ്ററാണ് കോഡിലെ ലോങ്ങസ്റ്റ് കോഡ് എന്ന് പറയുന്നത് ഡയമീറ്ററാണ്. ഏറ്റവും വലിയ കോഡ് എന്ന് പറയുന്ന ഒരു സർക്കിളിലെ ഏറ്റവും വലിയ കോഡ് ഏതാണ്? ഡയമീറ്ററാണ്. ഇനി നെക്സ്റ്റ് ആർക്ക് എന്താണെന്ന് പറയാം. ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിളിനൊരു സെൻറ്റർ O കാണും. ഇനി 2 പോയിൻ്റ് മാർക്ക് ചെയ്യുക, Pയും Qയും. അതായത് സർക്കിളിനെ ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്തു. ഒരു വലിയൊരു പാർട്ടും താഴോട്ടൊരു ചെറിയ പാർട്ടും ഉണ്ട്. അതായത് ഇവിടെ A എന്നും നമുക്കിവിടെ ഒരു പോയിൻ്റ് B എന്നും മാർക്ക് ചെയ്യാം. അതായത് PQ, PAQ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഒരു ആർക്കാണ്. അതേപോലെ ഈ താഴെ വരുന്ന ആർക്കിനെ, അതായത് ഈ ഒരു പോർഷനെ PAQ എന്ന് പറയുന്നത് സ്മോളർ പോർഷനെ മൈനർ ആർക്ക് എന്നും, മുകളിൽ വരുന്ന ആ ലാർജർ സർഫസിനെ എന്ത് പറയും? മേജർ ആർക്ക് എന്നും പറയുന്നു. അപ്പോൾ ആർക്ക് എന്താണെന്ന് മനസ്സിലായോ? 2 പോയിൻ്റ് സ്പ്ലിറ്റ് ചെയ്ത് സർക്കിളിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിൻ്റ് സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന പോർഷൻസ്, അതായത് താഴോട്ട് വരുന്ന സ്മാളർ പോർഷനെ മൈനർ ആർക്കെന്നും വലിയ പാർട്ടിനെ മേജർ ആർക്കെന്നും പറയുന്നു. ഇതാണ് സർക്കിളിലെ ആർക്ക് എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് സെഗ്മെൻറ്റ്? സെഗ്മെൻറ്റ് വേറെ ഒന്നുമില്ല. ഒരു സർക്കിൾ വരയ്ക്കുക, സെൻറ്റർ ഉണ്ട്, 2 പോയിൻ്റ് മാർക്ക് ചെയ്യുക, PQ. അതായത് ഈ ആർക്കും ലൈൻ സെഗ്മെൻറ്റും കൂടി ജോയിൻ ചെയ്ത് വരുന്ന ഇത്രയും പാർട്ടിനെ പറയുന്നത്, ചെറിയ പാർട്ടാണെങ്കിൽ അതിനെ മൈനർ സെഗ്മെൻ്റ് എന്നും, ലാർജർ പാർട്ടാണെങ്കിൽ അതിനെ എന്ത് പറയും? മേജർ സെഗ്മെൻ്റ് എന്നും പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സർക്കിളിലെ ഓരോ ടേംസും അതിൻ്റെ എക്സ്പ്ലനേഷൻസ്. ഇത് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് പഠിക്കേണ്ട ടേം എന്ന് പറഞ്ഞാൽ സെക്ടർ. സർക്കിളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന ടേമാണ് സെക്ടർ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിളിന് ഒരു സെൻറ്റർ ഉണ്ട്. സെൻറ്ററിൽ നിന്ന് നമുക്ക് PQ മാർക്ക് ചെയ്യുക, PQ. അതായത് P തൊട്ട് Q വരെയുള്ള ഇത് O എന്ന് മാർക്ക് ചെയ്യുക, സെൻറ്റർ O. OP എന്ന് പറഞ്ഞാൽ റേഡിയസ്,
പി ക്യു ഒ ക്യു എന്ന് പറഞ്ഞാലും റേഡിയസ്. ഈ രണ്ട് റേഡിയസിനിടയിൽ വരുന്ന ഇത്രയും ആർക്കും ഈ റേഡിയസിനകത്ത് വരുന്ന പാർട്ടിന് എന്ത് പറയും? സെക്ടർ, മൈനർ സെക്ടർ എന്ന് പറയും. ഇത് മേജർ സെക്ടർ. അതായത് റേഡിയസ്, അതായത് സെൻറ്റർ പാർട്ടിൽ നിന്ന് ബാക്കി വരുന്ന ആർക്ക് വരുന്ന പോർഷൻ എന്ത് പറയും? ഇത് മേജർ സെഗ്മെൻറ്റും ഇത് മൈനർ സെക്ടർ എന്നും പറയുന്നു. ഇത് മേജർ സെക്ടർ, ഇത് മൈനർ സെക്ടർ. ഇനി നമുക്ക് ഇത്രയും ടേംസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇനി കുറച്ച് ഇതിന് തിയറം ഉണ്ട്. തിയറം എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് ഒരു സർക്കിൾ പഠിക്കുമ്പോൾ നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് അല്ലെങ്കിൽ തിയറം ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ പഠിച്ചത് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിളിനൊരു സെൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. സെൻറ്റർ ഒ ആയിട്ട് മാർക്ക് ചെയ്യാം. നമുക്കൊരു കോഡ് വരയ്ക്കാം. ലെറ്റ് ഇറ്റ് ബി എ ബി എന്ന് പറഞ്ഞൊരു കോഡ് വരയ്ക്കാം. കോഡ് വരച്ചു കഴിഞ്ഞാൽ ഈ ഒയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ വന്ന് എ ബി എന്ന കോഡിൽ വീണ് കഴിഞ്ഞാൽ ഈ ലൈനെ അത് ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ബൈസെക്റ്റ് ചെയ്യുന്നതാണ് തിയറം. അതായത് പെർപെൻഡിക്കുലർ ഫ്രം the center, perpendicular from the center to a chord. അതാണ് ഞാൻ വരച്ചത്. പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ടു ദ കോഡ്. അതാണ് സെൻറ്റർ ടു ദ കോഡ്. കോഡ് ഏതാണ്? എ ബി. ബൈസെക്ട് ദ കോഡ്. സെൻറ്ററിൽ നിന്ന് കോഡിലോട്ട് ഒരു ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ കോഡിനെ അത് ഈക്വലായിട്ട് അല്ലെങ്കിൽ ബൈസെക്ട് ദ കോഡ്. ബൈസെക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസും എ തൊട്ട് എം വരെയുള്ള ഡിസ്റ്റൻസും എം തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് എ എം ഈസ് ഈക്വൽ ടു ബി എം. അതാണ് ഈ തിയറം പറഞ്ഞത്. അപ്പോൾ എന്താണ്? ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു കോഡിലോട്ടൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചത്. പെർപെൻഡിക്കുലർ ലൈൻ എന്ന് വെച്ചാൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ആ കോഡിനെ അത് ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് എ എം ഈസ് ഈക്വൽ ടു ബി എം ആണെന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഇപ്പോൾ പറഞ്ഞ തിയറത്തിനെ റിവേഴ്സ് ചെയ്ത് പറയാണ്. ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് എ കോഡ്. അതായത് ഒരു കോഡ് ഞാൻ വരയ്ക്കുകയാണ് സർക്കിളിൽ എ ബി എന്നതിന് കൊടുക്കുക. മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കോഡിൻ്റെ മിഡ് പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു, എം എന്ന് മാർക്ക് ചെയ്തു. ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് എ കോഡ് ടു ദ സെൻറ്റർ. മിഡ് പോയിന്റിൽ നിന്ന് സെൻറ്ററിലോട്ട്, സെൻറ്റർ ഒ എന്ന് മാർക്ക് ചെയ്യുക. ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് എ കോഡ് ടു സെൻറ്റർ ഈസ് പെർപെൻഡിക്കുലർ ടു ദ കോഡ്. അതായത് കോഡിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് സെൻറ്ററിലോട്ട് വരുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ കോഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇപ്പോൾ പറഞ്ഞാൽ അതിനെ റിവേഴ്സ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. നേരത്തെ പറഞ്ഞെന്താണ്? പെർപെൻഡിക്കുലർ ഫ്രം സെൻറ്റർ ടു ദ കോഡ് ഈസ് ബൈസെക്ട് ദ കോഡ്. അതായത് എ എം ഈസ് ഈക്വൽ ടു ബി എം. ഇപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു കോഡിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് സെൻറ്ററിലോട്ട് വരയ്ക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് രണ്ട് തിയറം. ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിളിൽ നേരത്തെ ഒരു കോഡാണ് പറഞ്ഞത്. ഇത് സെൻറ്റർ മാർക്ക് ചെയ്യുക ഓ. സർക്കിളിന് 2 കോഡ് വരയ്ക്കുക. ഇനി തിയറം പറയുന്നതെന്ന് പറഞ്ഞാൽ ഈക്വൽ കോഡ്സ്. ഇതെന്താണ്? ഇത് ഈ ഒരു സർക്കിളിലെ 2 പോയിന്റിനെ മീറ്റ് ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിനെ പറയുന്നതാണ് കോഡ്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ കോഡ്സ് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ സെൻറ്റർ. അതായത് ഈ കോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, സെൻറ്ററിൽ നിന്ന് കോഡ് വരെയുള്ള ഡിസ്റ്റൻസ് രണ്ടിൻ്റെയും സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ എം ആണെങ്കിൽ ഈ 2 ലൈൻ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടുത്തെ ഡിസ്റ്റൻസ് സെൻറ്ററിൽ നിന്ന് ഈ കോഡ് വരെയുള്ള ഡിസ്റ്റൻസ് 2 കോഡിൻ്റെതും ഈക്വൽ ആയിരിക്കും. ഈക്വൽ കോഡ്സ് ആർ ഇക്വി ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ. 2 കോഡും
സെൻറ്ററിൽ നിന്ന് തുല്യ അളവിലാണ് ഡിസ്റ്റൻസ് പങ്കിട്ടേക്കുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ടിൻ്റെ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഓയിൽ നിന്ന് കോഡ് RS വരെയുള്ള ഡിസ്റ്റൻസും ഓയിൽ നിന്ന് കോഡ് PQ വരെയുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അതാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് OM ഈസ് ഈക്വൽ ടു ON. അതാണ് ഈ തിയറം പറയുന്നത്. നെക്സ്റ്റ്, ഇപ്പോൾ കോഡ് ഈക്വൽ കോഡിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പറഞ്ഞ ഡിസ്റ്റൻസ് അല്ലേ, സർക്കിളിന് ഒരു സെൻറ്റർ ഉണ്ട്. ഇനി പറയുന്നത് ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ. അപ്പോൾ സർക്കിളിന് രണ്ട് ഈക്വൽ കോഡ്സ് ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി PQ ആൻഡ് RS, സെൻറ്റർ O. സർക്കിളിന് ഈക്വൽ കോഡ്സ് ഉണ്ട്. ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ സബ്റ്റൻഡ് ഈക്വൽ ആംഗിൾസ് അറ്റ് ദ സെൻറ്റർ. അപ്പോൾ എങ്ങനെയാണ് ഈക്വൽ കോഡ്സിൽ നിന്ന് സെൻറ്റർ വരെയുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടുത്തെ ആംഗിളും സെൻറ്ററിൽ നിന്ന് അടുത്ത കോഡിലോട്ട് പോകുന്ന ആംഗിളും സെയിം ആയിരിക്കും. അതായത് ഇവിടെ തീറ്റയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ ഇവിടെയും തീറ്റയായിരിക്കും. അതായത് ഇവിടെ വരുന്ന ആംഗിൾ തന്നെയാണ് ഇവിടെയും വരുന്നതെന്നാണ് പറഞ്ഞത്. ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ സബ്സ്റ്റൻഡ് ഈക്വൽ ആംഗിൾ അറ്റ് ദ സെൻറ്റർ. അതാണ് അടുത്ത തിയറം പറഞ്ഞത്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു സർക്കിൾ വരയ്ക്കുക, സർക്കിളിൽ ഒരു ആർക്ക് മാർക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ ആദ്യം സെൻറ്റർ മാർക്ക് ചെയ്യുക. ഒരു സർക്കിൾ വരച്ചാൽ അതിൻ്റെ സെൻറ്റർ ആദ്യം മാർക്ക് ചെയ്യണം. ഇത് AB എന്ന് പറഞ്ഞ പോയിൻ്റ്, ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ ആർക്ക് ഇതാണ്. AXB എന്ന് പറഞ്ഞ ആർക്ക് ജോയിൻ ചെയ്യുന്ന പോയിൻ്റ് സെൻറ്ററിലോട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഇതിപ്പോൾ എന്തായി, സെക്ടറായി. ഇനി ഇവിടെ നിന്ന് ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് ഞാൻ ഏതൊരു പോയിന്റിലോട്ട് വരച്ചാലും, അപ്പോൾ ആ ഒരു തിയറം പറയാം. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക്. ആംഗിൾ, ഇവിടെയാണ് ആംഗിൾ വരുന്നത്. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക്. ആർക്കിൽ വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ അറ്റ് ദ സെൻറ്റർ, സെൻറ്ററിൽ വരുന്ന ആർക്ക്. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക് അറ്റ് ദ സെൻറ്റർ ഈസ് ഡബിൾ ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ it at any point on the remaining part of the circle. അതായത് ഇതെന്ന് പറഞ്ഞാൽ ആർക്കല്ലേ, AXB എന്ന് പറഞ്ഞ ആർക്കിൻ്റെ ഈ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക് അറ്റ് ദ സെൻറ്റർ ഇസ് ഡബിൾ. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡബിൾ ആയിരിക്കും. ഏതിൻ്റെ, ബാക്കി റിമൈനിങ് പാർട്ടിൽ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും സെൻറ്ററിൽ വരുന്ന ആംഗിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എക്സാമ്പിൾ ഞാൻ പറയാം. ഇവിടെ 60 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി ആയിരിക്കും. അതായത് ഇതിൻ്റെ ഇരട്ടി ആംഗിളാണ് സെൻറ്ററിൽ വരുന്നത്. അതായത് വരയ്ക്കുമ്പോൾ പോയിൻ്റ് രണ്ട് സെയിം ആയിരിക്കണം. ആർക്കിൻ്റെ പോയിന്റിൽ നിന്ന് തുടങ്ങി റിമൈനിങ് പാർട്ടിൽ എവിടെ പോയാലും, ഞാൻ ഇപ്പോൾ ഇവിടെ വരച്ച് ആംഗിൾ ഇവിടെ കൊണ്ട് മീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്, 60 ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആംഗിൾ 120 തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പോയിന്റിൽ നിന്ന് എയിൽ നിന്ന് തന്നെ തുടങ്ങി ബിയിൽ കൊണ്ടുവന്നാൽ ഇവിടുത്തെ ആംഗിൾ 60 തന്നെയാണ്. 60 ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 120. ഇൻ കേസ് ഇവിടെ ഞാൻ 30 ആണ് എടുത്തതെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും, ഇവിടുത്തെ ആംഗിൾ 60 ആയിരിക്കും. അതായത് ഇവിടെ എത്രയാണോ ആംഗിൾ വരുന്നത് അതിൻ്റെ ഇരട്ടി ആംഗിളാണ് ഈ ആർക്കിനകത്ത് വരുന്ന സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് സെൻറ്ററിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ സബ്സ്റ്റൻഡഡ് ബൈ ഇറ്റ്സ് എനി പോയിന്റ് ഓൺ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ സർക്കിൾ. ഇതിൻ്റെ ഇരട്ടിയായിരിക്കും സെൻറ്ററിൽ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ
മുന്നോട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കുക. വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ അടുത്ത ദിവസം ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് തൊട്ടുള്ള പോർഷൻസ് എടുക്കും. ഇപ്പോൾ പറഞ്ഞത് എന്താണ്, ഒരു സർക്കിളിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് അടുത്ത വീഡിയോയിലാണ് പറയുന്നത്. ചാപ്റ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.